13, 24, 64. 63 ആച്ചാ 1 കോടി. കേടി 13, 20 എവിടെ 24, 23. രാവിലെ തന്നെ മനക്കോട്ട വെട്ടൽ തുടങ്ങി. നീ നോക്കിക്കടി, ഒരിക്കൽ എനിക്ക് അടിക്കും. അടിക്കും. ഇങ്ങനെ പോയാ നിങ്ങളെ ഞാൻ എടുത്തിട്ട് അടിക്കും. അടിക്കണമെങ്കിൽ നിനക്കും കൂടെ യോഗം വേണം. നിങ്ങൾ ഇതുവരെ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ പൈസ ഒക്കെ കൂടി കൂട്ടി വെച്ചാൽ തന്നെ നിങ്ങൾ ഇപ്പൊ ലക്ഷപ്രഭു ആയേനെ. എടി കഴുതേ, വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നതിന് പകരം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് പോക്കറ്റിൽ ഇട്ട് അതിന്റെ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും സ്വപ്നം കാണാലോ. എനിക്കറിയില്ല. അതെന്താ നിനക്ക് അറിയാത്തത്? ഇങ്ങനെ ലോട്ടറി എടുത്തിട്ടല്ലേ ഗോപാലകൃഷ്ണൻ 40 ലക്ഷം മാരുതിക്കാർ അടിച്ചത്. ഇതുപോലെ ഒറ്റ നമ്പർ ലോട്ടറി കളിച്ചാണ് ആ ഫിലിപ്പോസ് മുതലാളിയുടെ ബംഗ്ലാവും പറമ്പും ഒക്കെ പോയിട്ട് അങ്ങേരിപ്പോ കൽപ്പണിക്ക് ഹെൽപ്പർ ആയിട്ട് പോവാ. അതവന്റെ യോഗം, അവനത് വേണം. നീ ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഞാൻ ഈ നമ്പർ കൂടെ നോക്കി തീർക്കട്ടെ. ഇങ്ങനൊരു മനുഷ്യൻ സാധു. 38, 76, 76, 96, 90. അടിച്ചടി, ലോട്ടറി അടിച്ചു. അടിച്ചടി. ആരും അടിച്ചില്ല, ലോട്ടറി അടിച്ചു. നമ്മുടെ സത്യേട്ടനല്ലേ? അതേട്ടാ, ഇത് എന്ത് വേഷമാണിത്? എന്താടാ ഈ വേഷത്തിനൊരു കുഴപ്പം? അല്ല, പണിക്കൊന്നും പോയില്ലേ? പണിക്ക് പോകുന്നില്ലേന്ന് ഞാൻ? അത് നീ എന്നോട്? എടാ, നീ എന്നെ കൊണ്ട് കുറെ പണി എടുപ്പിക്കും. ശനി ചൂടാവല്ലേ, അതിന് തെറ്റായിട്ട് ഞാൻ വല്ലതും പറഞ്ഞ? എടാ, അല്ലെങ്കിലും എന്നെ കണ്ടാ നിന്നെ പോലുള്ളവർക്ക് കുറച്ചിളക്കം കൂടുതലാ. ടാറ്റയും ബിർളെ റോട്ടിൽ കൂടെ നടക്കുന്നത് കണ്ടാ ടാറ്റേട്ടാ ബിർളേട്ടാ ഇന്ന് പണിക്ക് പോകുന്നില്ലേ എന്ന് നീ ചോദിക്കോ? ഇല്ലല്ലോ. അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ. ചേട്ടൻ എങ്ങനെയാണ്? പക്ഷേ ചേട്ടൻ പിന്നെ എങ്ങനെ ആവണം? ഒന്ന് പോടാ. പ്രിയമുള്ള ലോട്ടറി കച്ചവടക്കാരെ, ലോട്ടറി ഏജന്റുകളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയധികം അഭിമാനമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മളുടെ എല്ലാം ഇടയിൽ നമ്മളുടെ ഒരുവരായിട്ടുള്ള ശ്രീ പുരുഷോത്തമൻ വലിയൊരു നേട്ടമാണ് ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. കടം വാങ്ങി ഇദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ച ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞ് കടം വാങ്ങിച്ചയാളെ തിരിച്ചു വിളിച്ച് അടിച്ച ലോട്ടറിയുടെ 1 കോടി രൂപ തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പുരുഷോത്തമൻ. ശ്രീമാൻ പുരുഷോത്തമന് മൊമെന്റ് നൽകുന്നതിനായി സത്യസന്ധയുടെ മര്യാദയും കർമ്മനിരതനുമായ ലോട്ടറി ഓഫീസിന്റെ അഭിമാനമായ മറ്റൊരു താരം ശ്രീ സ്വയംവരനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ ഉഗ്രപ്പൻ എന്ന്. ഇതിന് വിശദീകരണം നൽകാനും പ്രശസ്തി പത്രം വായിക്കാനും ലോട്ടറി ഓഫീസിലെ UD ക്ലർക്ക് മൊയ്തുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളെ ഭാഗ്യദേവതന്റെ പ്രശസ്തി പത്രമെങ്കിലും മര്യാദയ്ക്ക് വായിക്കും മൊയ്തു. നമ്മുടെ ഭാഗ്യദേവതയുടെ ഐശ്വര്യകിരണങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്ന കേരള ലോട്ടറി അതോറിറ്റിയുടെ അഭിമാനം വാനം മുട്ട ഉയർത്തിയ ശ്രീമാൻ KP പുരുഷോത്തമന് കേരള ലോട്ടറി അതോറിറ്റിയുടെ അഭിനന്ദനം. തന്റെ സത്യസന്ധത നിറഞ്ഞ പ്രവൃത്തിയെ മുൻനിർത്തി ലോട്ടറി അതോറിറ്റി ശ്രീ പുരുഷോത്തമനെ ഉഗ്രൻ പദവി നൽകി ആദരിക്കുന്നു. ശ്രീ ഉഗ്രപ്പന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഒപ്പ് YW സ്വയംവരൻ, ജില്ലാ ലോട്ടറി ഓഫീസർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഈ ഉഗ്രപ്പൻ ലോട്ടറി തിരിച്ചു കൊടുത്ത പോലെ വിൽക്കാത്ത ഈ ടിക്കറ്റ് തിരിച്ചെടുക്കുമോ സാറേ? അടുത്ത ചോദ്യം. അല്ല സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ TV-യിൽ കോടികളും ഫ്ലാറ്റും കൊടുക്കുന്ന പരിപാടികളുള്ളപ്പോൾ നമ്മുടെ കേരള ലോട്ടറിയുടെ ആൾക്കാർക്ക് വെറും പുച്ഛോ. അതുകൊണ്ട് നമ്മുടെ സമ്മാന തുക ഒന്ന് കൂട്ടണം. ലോട്ടറി
സാബു 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 എവിടെ പോണ്? അല്ല, ഇതാര് സത്യശീലൻ ചേട്ടനാ? ഇന്ന് വലിയ ഗമയിലാണല്ലോ. ഇന്നേതാ വേണ്ടത്, ഭാഗ്യനിധിയാണോ ധനശ്രീയാണോ? അതെ, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്ത് പറ്റി? ഇവിടെ എത്ര കാലമായടാ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട്? 5 പൈസ വരെ അടിച്ചിട്ടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് ലോട്ടറി അടിക്കും, ധൈര്യമായിട്ടിരി. അപ്പൊ ഒരു ഭാഗ്യനിധി എടുക്കട്ടെ. ഇനി എന്തിനാടാ ഭാഗ്യം? ഞാൻ കോടീശ്വരനായില്ലടാ, കോടീശ്വരൻ. എപ്പോ വല്ല പറമ്പും വിറ്റോ? പറമ്പോ? എനിക്ക് എവിടാ പറമ്പ്? ഇന്നലെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എടുത്ത കാരുണ്യ ലോട്ടറി ഇല്ലേ, 1 കോടിയും ഇന്നോവ കാറും, അത് എനിക്കാണ് അടിച്ചത്. എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വിറ്റ ലോട്ടറി അടിച്ചെന്നാ? ഓ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതെന്താ? അല്ല, ഞാൻ വിറ്റ ലോട്ടറി ആദ്യമായിട്ടാണ് അടിക്കുന്നത്. 1 കോടിയും ഇന്നോവ കാറും കണ്ടാ? അല്ല, ചേട്ടാ എങ്ങോട്ടാ? എനിക്കിത് മാറ്റിയിട്ട് കാശ് വാങ്ങിക്കണം. ബാങ്കിലോട്ടായിരിക്കും. ബാങ്കിലോട്ടോ? ഞാനോ? ബാങ്കിലേക്ക് എന്നെ പട്ടി പോവും. ഇന്നാളെ ഞാനൊരു അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ ചെന്നപ്പോ അവരത് വേണം ഇത് വേണം, ഒരാള് പരിചയപ്പെടുത്തണം, ഞാൻ 10 ആളെ പരിചയപ്പെടണം. എന്തൊക്കെ പുകിലായിരുന്നു. എന്റെ കോടി ഞാൻ ഒരിക്കലും ബാങ്കിന് കൊടുക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ അടുത്തല്ലേ ജില്ലാ ലോട്ടറി ഓഫീസ്, ഞാൻ അവിടെ കൊടുക്കാൻ പോവാ. വേണ്ട, അവിടെ കൊണ്ട് കൊടുക്കണ്ട. മുഴുവൻ തുകയും കിട്ടില്ല. അത് മാത്രമല്ല, കമ്മീഷൻ, ടാക്സ്, വാറ്റ്, ഊറ്റെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തുക പോവുകയും ചെയ്യും. ചേട്ടനൊരു കാര്യം ചെയ്യും, ആ ടിക്കറ്റ് എന്റെ കയ്യിലേപ്പി. അതെന്തിനാണോ? കേരളത്തിലെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് മുഴുവൻ തുകയും കൊടുക്കുന്ന ബോംബെയിലെ മാർവാടി ഏജന്റുമാർ എൻ്റെ കയ്യിലുണ്ട്. അവരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ മുഴുവനായിട്ട് കിട്ടും. അതല്ല, ബാങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തുക കിട്ടുകയില്ല, കുറെ നടത്തിക്കുകയും ചെയ്യും. എന്ത് തീരുമാനിച്ചു? അത് വേണ്ടടോ. കാരണം എന്റെ സത്യസന്ധതയ്ക്ക് ദൈവം തന്ന സമ്മാനമാണിത്. ഇത് തരികിട കളിച്ചു കളയാൻ ഞാനില്ല. മാത്രല്ല, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് കൊടുക്കാനുള്ള കൊടുക്കുകയും വേണ്ടേ? അത് വേണം. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ വാ. എന്തിന്? കയ്യോടെ കമ്മീഷൻ വാങ്ങിക്കാലോ. ഞാൻ വരുന്നില്ല. അതെന്താ? അല്ല, എനിക്ക് ഈ സന്തോഷ വാർത്ത നാട്ടുകാരെ മൊത്തം അറിയിക്കണം. അത് കൊള്ളാം. ഞാൻ കോടീശ്വരനായ നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. താനൊരു കാര്യം ചെയ്യ്, നാട്ടുകാരോട് എല്ലാവരോടും പറയാം. കമ്മീഷൻ എപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാലോ. അപ്പൊ ഞാൻ പോട്ടെ. ശരി, പോയിട്ട് വാ. അപ്പൊ കാണാം. കാണാം. ഹലോ, ലോട്ടറി ഓഫീസാണ്. അടിച്ച ടിക്കറ്റ് മോശനം പോയിന്നാ? 50,000 ഉറുപ്പ്യൻ്റെയോ? എടോ, ഒരു ചെറിയ ടിക്കറ്റ് സൂക്ഷിക്കാൻ പറ്റാത്ത ഈയൊക്കെ എങ്ങനെയുണ്ടോ പിന്നെ 50,000 ഉറുപ്പ്യ സൂക്ഷിക്കുക? ഇനി കട്ട ടിക്കറ്റ് ആയിട്ട് കള്ളപ്പട വരട്ടെ, അപ്പം എന്തെങ്കിലും ബൈൻഡാക്കാം. എന്തൊരു കാര്യമാണ്. എന്തേ? ഞാൻ അത്യാവശ്യമായിട്ട് സാറിനൊന്ന് കാണാൻ വേണ്ടി വന്ന. എന്തേ കാര്യം? എൻ്റെ പേര് സുമേഷ്. അതാ പ്രശ്നം? എനിക്ക് 65 വയസ്സായി. 65 വയസ്സോ? നിങ്ങൾക്കോ? കണ്ടാ തോന്നൂലല്ലോ. ഞാൻ കൊച്ചിക്കാരനാ. അപ്പൊ കൊച്ചിക്കാരന് വയസ്സ് കൂട്ടിത്തരണോ അതോ കുറച്ച് തരണോ? എന്താ വേണ്ടിയേ? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ, കുട്ടിക്കാലം മുതൽ ലോട്ടറി എടുക്കുന്ന ആളാണ്. പക്ഷെ ഇതുവരെ ഒരെണ്ണം പോലും എനിക്ക് അടിച്ചിട്ടില്ല. അടിക്കാത്ത ടിക്കറ്റ് ആണെങ്കിൽ ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നവരാ. അത് ശരി. അപ്പൊ നിങ്ങൾ കൊലത്തോയിൽ ടിക്കറ്റ് എടുക്കലാണ്. കാരണം ഈ എടുക്കാത്ത ടിക്കറ്റ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് എത്ര വലിയ തെറ്റാന്നറിയോ നിങ്ങൾക്ക്? അത് അപ്പം തന്നെ നശിപ്പിച്ച് കളയാം, മണ്ണെണ്ണൊഴിച്ച് കത്തിച്ച് കളയണം. ഇത് പറയാനപ്പം ഇങ്ങോട്ട് വന്ന് അല്ല, സ്ഥിരമായിട്ട് ഈ ലോട്ടറി എടുക്കുന്ന 65 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുന്നത് കേട്ടു. അതിൻ്റെ ഒരു ഫോം മേടിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അത് നല്ല തമാശ. അതായത് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് പെൻഷൻ കിട്ടണമെന്ന്. ഇതിന്റെ കാരണം നമ്മളെ ഈ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ശമ്പളവും പെൻഷനും ബില്ലും ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെപ്പോലുള്ള പാവങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ കൊണ്ടാ. അപ്പൊ സാറേ, ഈ ലോട്ടറി ഉദ്യോഗസ്ഥന്മാർക്ക്, ഓഫീസർമാർക്ക് ഈ ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഏജന്റുമാർക്ക് ആ നിലയിൽ കമ്മീഷനും കൊടുക്കുന്നുണ്ട്. ഈ ടിക്കറ്റ് വിൽപ്പനക്കാർക്ക് ഈ സേവനിധിയും കൊടുക്കുന്നുണ്ട്. ഈ ടിക്കറ്റ് എടുത്ത് അടിക്കാത്ത ഞങ്ങൾക്ക് എന്താ സാറേ ഉള്ളത്? പ്രതീക്ഷ തരുന്നില്ലേ? നാളെ കിട്ടും അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ തരുന്നില്ലേ? അതുപോരെ. അപ്പൊ എന്റെ പെൻഷൻ? കാരണം പെൻഷന്റെ കാര്യമൊന്നും നടക്കൂല. തൽക്കാലം വീട്ടിൽ ഈ എടുത്ത ടിക്കറ്റ് മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഒരു തുലാഭാരം അങ്ങോട്ട് തൂക്കുക. എന്നെങ്കിലും ലോട്ടറി അടിക്കാണ്ടിരിക്കൂല. അപ്പൊ ലോട്ടറി തുലാഭാരം തൂക്കണം. ലോട്ടറി കൊണ്ട് എന്തിനും തുലാഭാരം നടക്കണ കാലല്ലേ? എന്നാ ശരി, വരട്ടെ. എന്താണ്ടോ ഇങ്ങനെ സീലടിച്ച് കളിക്കണത്? വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ സീലടിക്കാം. അത് നന്നായി. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ടല്ലോ പണിക്കാര്. സാർ, യെസ് സാർ, എനിക്ക് ലോട്ടറി അടിച്ചിട്ട് 2 വർഷമായി. അതിങ്ങനെ വർഷാവർഷമൊന്നും അടിക്കത്തില്ല, നിങ്ങൾ എടുത്തോണ്ടിരിക്കൂ. അതല്ല സാർ, എനിക്ക് 1ാം സമ്മാനം എനിക്ക് അടിച്ചത്. ആണോ? എത്ര വർഷം മുമ്പ്? 2 വർഷം മുമ്പ്. 2 വർഷം മുമ്പോ? എത്ര രൂപയാണ് അടിച്ചത്? 75 ലക്ഷം രൂപ അടിച്ചു. കൺഗ്രാചുലേഷൻ. എന്നിട്ട് ആ പൈസ ഒക്കെ അടിച്ചു പൊളിച്ച് തീർത്തോ? തീർക്കാനായിട്ട് പണം ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. അതെന്താ കിട്ടാനേ?
അതറിയാനല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. ഈ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ഞാൻ എന്താ ജോത്സ്യനോ? എടോ, പമ്പ, ഗോദാവരി, പെരിയാറ്, കാവേരി, ഇതിൽ ഏതിലാണ് എനിക്ക് അടിച്ചത്? ഡാറ്റാൻ ബൂട്ട. മൂട്ടെ? മൂട്ടയല്ല സാർ, ഡാറ്റാൻ ബൂട്ട. ആ, അത് അന്യസംസ്ഥാന ലോട്ടറിയാണ്, ഈ സർക്കാരിന്റെ അല്ല. അയ്യോ, അപ്പൊ എന്റെ സമ്മാന തുക കിട്ടില്ല സാർ. ഛേ, നറുക്കെടുപ്പില്ലാത്ത ലോട്ടറിക്ക് നമ്മൾ എങ്ങനെ സമ്മാനം തരും? സാർ എന്റെ കാര്യം വലിയ കഷ്ടത്തിലാ സാറേ. എനിക്ക് ഞാനൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരനാ. ഈ ലോട്ടറി അടിച്ചേ പിന്നെ എന്നെ ആരും പണിക്ക് വിളിക്കുന്നില്ല. അത് പിന്നെ ലക്ഷപ്രഭുവിനെ ആരെങ്കിലും പണിക്ക് വിളിക്കൂ? സാർ പണിയില്ലാത്ത കാലം മുതലേ കടം വാങ്ങാൻ തുടങ്ങിയതാ. ഇപ്പോ അതിന്റെ പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് 75 ലക്ഷത്തെ മേലെ. ഇനി എനിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, എന്താ? ആത്മഹത്യ. ഛേ, അങ്ങനെ കടുത്ത തീരുമാനം എടുക്കരുത്. ഇത് പിടിച്ചേ, ഇത് കൈ വെച്ചോ. എന്താ അത്? എടോ, ഇത് ലോട്ടറി. ഇത് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് ആത്മഹത്യയെ പറ്റി ചിന്തിക്കണ്ടല്ലോ. പോയിക്കോളൂ. പൈസ അവിടെ ഏൽപ്പിച്ചേക്കണേ. നമസ്കാരം സാർ, എനിക്ക് ലോട്ടറി അടിച്ചു. തേങ്ങ പൊട്ടിച്ച് അതിനുള്ളിൽ അല്പം ഉപ്പ് പുരട്ടി വെച്ചിരുന്നാൽ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. അതുകൊണ്ട് കേടുകൂടാതിരിക്കും. നമസ്കാരം സാർ, ലോട്ടറി അടിച്ചു. അത് നിങ്ങളുടെ അടുത്തല്ലല്ലോ നമ്മൾ ലോട്ടറി അടിക്കാൻ തരില്ല, ഖാദറിന്റെ അടുത്താണല്ലോ. നിങ്ങളേതാ? അല്ല, ഈ നറുക്കെടുപ്പിൽ എനിക്കാണ് 1ാം സമ്മാനം. ലോട്ടറി അടിച്ച ആളാ? അതെ. അൽഹംദുലില്ലാഹ്, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ലോട്ടറി അടിച്ച ഒരാളെ കാണുന്നത്. താങ്ക് യു. അല്ല, ഏത് ഏജൻസിന്നാ എടുത്തത്? ഏജൻസി ഏതാണെന്ന് എനിക്കറിയില്ല. എന്റെ വീടിന്റെ അടുത്തുള്ള സാബുവിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. പാൻ ഉണ്ടോ കയ്യില്? പാനില്ല, ഹാൻഡ്സ് വേണമെങ്കിൽ തരാം. എടോ, അതൊക്കെ തൊള്ളയിൽ വെച്ച ക്യാൻസർ വരടോ. അതല്ല ഞാൻ ചോദിച്ചത്, പാൻ കാർഡ് ഉണ്ടോന്നാണ്. അതില്ല. റേഷൻ കാർഡ് ഉണ്ട്, മതിയോ? റേഷൻ കാർഡ് ഉണ്ടായിട്ട് എന്താണ്? 2 രൂപേന്റെ അരി മേടിക്കാനോ? അതാണ് ഇപ്പൊ വാങ്ങി തിന്നുന്നത്. കെട്ടിലും മട്ടില്ല, അത് തോന്നൂല. ഈ പാൻ കാർഡ് ഉണ്ടായാൽ 10% ടാക്സ് പിടിക്കുള്ളൂ, ഇല്ലെങ്കിൽ 30% പോകും. അല്ല, തുക എത്രയാ കിട്ടിയത്? 1ാം സമ്മാനം 1 കോടി ഇന്നോവ കാറും. 1 കോടി ഇന്നോവ കാറും? അതെ. പിടുത്തവും വലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 60-65 എന്തായാലും കയ്യിൽ കിട്ടും. അപ്പൊ കാറിന് പിടിയും വലിയൊന്നും ഉണ്ടാവൂല, അത് നേരിട്ട് തരും. എന്നാലപ്പോ കാശ് തന്നോളൂ. കായ് അങ്ങനെയൊന്നും കിട്ടൂല, അതിന് അതിൻ്റെതായ ചില നിയമ നടപടികളുണ്ട്. നിങ്ങൾ ആദ്യം ടിക്കറ്റ് നമ്മളെ സ്വയംവര സാറിനെ ഏൽപ്പിക്കണം. സ്വയംവര സാറ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് നിങ്ങളെ വിളിച്ച് വിവരം അറിയിക്കും. അപ്പൊ കിട്ടും. അപ്പോ കാശ് ഇപ്പൊ കിട്ടില്ലേ? ഇപ്പൊ കിട്ടൂല, കിട്ടും. എന്തായാലും കാശ് കിട്ടുമല്ലോ അല്ലേ? ടിക്കറ്റ് ഇങ്ങക്കാണ് അടിച്ചെങ്കിൽ കായ് എന്തായാലും കിട്ടും. നിങ്ങൾ ആദ്യം സ്വയംവര സാർ എടുത്തുകൊണ്ട് ടിക്കറ്റ് കൊടുക്കി. അല്ല, അത് കണ്ട് ഞാൻ വേറെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതാണ്. എന്നാ ശരി. നമസ്കാരം സാർ. അല്ല സാർ, ഞാൻ സത്യശീലൻ. എന്താ സത്യശീലൻ? സാർ, എനിക്ക് ലോട്ടറി അടിച്ചു. അടിച്ചോ? ഓ, തന്റെ യോഗം. എനിക്കൊന്നും അല്ലല്ലോ അടിച്ചത്. അവിടെ ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഏൽപ്പിക്കാൻ. ഇവിടെ ഏൽപ്പിച്ചോ? പക്ഷെ ഏൽപ്പിക്കുമ്പോൾ അത് കാണാൻ ഒരു സാക്ഷി വേണം. പിന്നെ ഈ സീരിയൽ നമ്പറും ബാർകോഡും ഒക്കെ ഒന്ന് പരിശോധിക്കണം. സത്യശീലന്റെ ID പ്രൂഫും മറ്റു വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച എടുക്കും ഇതിന്റെ പരിശോധനയൊക്കെ. അല്ല സാർ, റിസൾട്ട് പത്രത്തിൽ വന്നതാണല്ലോ. അയ്യോ, അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാര്യം 5-6 വർഷമായിട്ട് ലോട്ടറി അടിച്ചവർക്ക് ഇപ്പോഴും പൈസ കൊടുത്തിട്ടില്ല. ഇത് കുറേ സെറ്റപ്പുകൾ ഉണ്ട് ഇതിന്. അപ്പോൾ സത്യശീലൻ ഒരു കാര്യം ചെയ്യും, പുറത്തു പോയൊരു അപേക്ഷയുണ്ട്, അതും ഈ ലോട്ടറിയും ഒരു സീലടിച്ച കവറിനകത്ത് അവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് ചാക്കുമായി വന്ന് നോട്ടുമായി പോയിക്കോളൂ. അപ്പോ കിട്ടും. നമ്മുടെ ലോട്ടറി തന്നെ. നിനക്ക് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരാത്തോന്നില്ല? എന്റെ ഇത് ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ധനമന്ത്രി വിളിച്ചിരുന്നു. ഈ ചിറാപുഞ്ചിയും ഭൂട്ടാനും മറ്റേ കൊങ്കണോ എന്തായാലും സിക്കിം അതൊക്കെ വന്ന് കേരളത്തിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ട് പോവാ. ആർക്കും നറുക്കെടുപ്പിനോട് സമ്മാനം കിട്ടുന്നില്ലെന്ന്. അതിന് നമ്മൾ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ലോട്ടറി എടുക്കണമെന്ന്. അതിന് നിങ്ങൾ എന്തിനാ ബേജാറാവുന്ന? ഇപ്പൊക്കെ ഉണ്ടാക്കാലോ. ഏട്ടോ, ആ ലോട്ടറിക്ക് പേരുണ്ടേ. മൂപ്പര് ഭയങ്കര ചൂടിനാണ്. പേരും നിങ്ങളൊരു പേപ്പറും കടിക്കും. പേരുണ്ടാക്കാൻ അപ്പൊ അത്ര ബുദ്ധിമുട്ട്. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ മനസ്സിലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട് തിങ്കളാഴ്ചത്തേക്ക്. എന്താണ്? ഫൺബൺ. അത് ഞാൻ ഇന്നലെ അടിച്ച ബ്രാൻഡാ. അല്ലല്ല, ഇന്നലെ ഞാൻ കഴിച്ച ബണ്ണാ. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ എന്റെ 3 മക്കളുടെ പേരിടണം. അതെന്തൊക്കെയാ? പ്രതീക്ഷ, പ്രത്യക്ഷ, പ്രസീത. കുഴപ്പമില്ല, ഒരു പ്രതീക്ഷ ഉണ്ട് അതിൻ്റെ അകത്ത്. പ്രങ്കാരുവിന്റെ. പിന്നെ വെള്ളിയാഴ്ച ജുമ്മുള്ള ദിവസം അത് ഞമ്മക്ക് വിട്ടേക്ക്. അന്ന് നമ്മളെ നിലാവും ചന്ദ്രക്കലായിക്കോട്ടെ. പൗർണമി ഇങ്ങണ്ട്. പൗർണമി കുഴപ്പമില്ല. പൗർണമി പൗത്രത്തിന്റെ
പിന്നെ എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും പേര് ശനിയാഴ്ചയും ഞായറാഴ്ച. ശനിയാഴ്ച ഞായറാഴ്ചയിലും എന്റെ മോന്റെയും പേരിടണം സാറേ. കിടന്നോട്ടെ മൂപ്പരൊരു പുതിയല്ലേ. ആ എന്നാ പോട്ടെ. തന്റെ മക്കളുടെ പേരെന്താ? ഷിനോയി മിനോമി. അയ്യേ മക്കളെ വരാത് പൂച്ചക്കുട്ടലെ വരാൻ ചേച്ചിനെ. കേട്ടോ ഈ പേരിലൊക്കെ ലോട്ടറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആര് വാങ്ങിക്കാനാ? ഞാൻ വാങ്ങും. ഒന്നും വേണ്ട ഒന്നും വേണ്ട. നമുക്കേ ജയശ്രീ ജയവാണി. കുഴപ്പമില്ല, രണ്ടിലൊരു ജയുണ്ട്. നമ്മൾ ജയിച്ചു. കഴിഞ്ഞില്ലേ? 7 ദിവസത്തെ പേരായില്ലപ്പോ ആയല്ലേ? ഇത്രയുള്ളൂ. ഇത്രയുള്ളല്ലേ? അപ്പൊ ധനമന്ത്രി വിളിച്ച് പറയാല്ലേ? പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ വിളിച്ചു പറയണം. അതാ നല്ലേ. ഇത് ലോട്ടറി ഓഫീസല്ലേ? ആണെങ്കിൽ മുകേഷ് ഇവിടെയാണോ പണി? ഏത് മുകേഷ്? നമ്മുടെ സിനിമാ നടൻ മുകേഷ്. എന്റെ പൊന്ന് സാറേ, അങ്ങേരെ കൊണ്ട് ഞങ്ങൾ തോറ്റ്. ഞങ്ങൾ സാധാരണ കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾ പണിയും കഴിഞ്ഞിട്ട് നീരുവീഴ്ച മാറാൻ ഒരു ചെറുത് മേടിക്കാൻ ബീവറേജിൽ ചെന്ന് ഒരു ക്വാർട്ടർ പറഞ്ഞ അവിടെ പുള്ളിക്കാരൻ വരും. നമ്മുടെ മുകേഷ്. ഏത് മുകേഷ്? എന്റെ സാറേ, സിനിമാ നടൻ മുകേഷ്. എന്നിട്ട് അയാൾ വന്നിട്ട് പറയും, കാശ് ദൂർത്തടിക്കല്ലേ, ഒരു കാരുണ്യം വാങ്ങാൻ പറയും. അത് പോട്ടെ എന്ന് വെക്കാം. ഞങ്ങള് ഏതെങ്കിലും ഹോട്ടലിൽ കയറി 3 പൊറോട്ടയും 1 ബീഫും പറഞ്ഞ അപ്പം വരും. അതെങ്ങനെ പൊറാട്ട പറഞ്ഞ അപ്പം വരുന്നത്? അപ്പല്ല സാറേ, മുകേഷ്. ഏത് മുകേഷ്? എന്റെ പൊന്ന് സാറേ, സിനിമ നടൻ മുകേഷ്. എന്നിട്ട് പറയും, ബീഫ് തിന്നല്ലേ, കൊളസ്ട്രോൾ ആണ്, ആ കാശിന് ഒരു വിൻ എടുക്കാൻ പറയും. അതൊക്കെ പോട്ടെ, നമ്മള് മുടക്ക് കിട്ടുന്ന ദിവസം ഭാര്യനെയും കുട്ടികളെയായിട്ട് ഒരു കല്യാണത്തിന് പോയി ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോ പുള്ളിക്കാരൻ സിൽക്കിന്റെ ജുബയും കണ്ണടയൊക്കെ ഇട്ട് അവിടെ വരും. നമ്മുടെ മുകേഷ്. എന്റെ പൊന്ന് സാറേ, സിനിമാ നടൻ മുകേഷ്. എന്നിട്ട് പുള്ളി പറയും, എന്തിനാണ് ഇത്രയും കാശ് തൂർത്തടിക്കുന്നത്, ആർഭാടം കാണിക്കല്ലേ, പാവങ്ങളെ സഹായിക്ക്, ടിക്കറ്റ് എടുക്കാൻ പറയും. ഇനി മേലാല് പുള്ളിക്കാരനെ ടിക്കറ്റ് എടുക്കാനാ ടിക്കറ്റ് വിൽക്കാനാ അങ്ങാട് വിട്ട നിങ്ങളെ 3 വെടി വെച്ച് കൊല്ലി ഈ ഓഫീസും ഞങ്ങൾ കത്തിക്കും. അല്ല മൊയ്തു, ഇത് ഏത് ഈ മുകേഷ്? സിനിമാ നടൻ മുകേഷ്. നീ എങ്ങോട്ടാ? ഞാൻ വരണ്ടേ? നീ എന്തിനാ വരുന്നത്? ഞാൻ ടാക്സി വിളിച്ചിട്ടാ പോകുന്നത്. നമ്മുടെ കാർ ഓഫീസിലല്ലേ, ഓഫീസിൽ പോയി വാങ്ങിച്ചല്ലേ കിട്ടൂ. നീ ഇവിടെ ഇരുന്നോ, ഞാനും കൂടി വരാന്നേ. ആരാ അത്? എന്താണ് ഈ വഴിക്ക്? എനിക്കൊരല്പം തിരക്കുണ്ട്, വേഗം പറയണം. ഈ മാസം വാടക കിട്ടിയില്ലോ സത്യശീല. വാടക ചോദിക്കാൻ കൃത്യമായിട്ടും എത്തിക്കോളും. എത്ര കാലമായ നിങ്ങളോട് പറയുന്നു ഇതൊന്നും നന്നാക്കി തരാൻ. മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ വീടാണോ ഇത്? അതെന്താ സത്യശീല ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അതെന്താ എന്റെ സംസാരത്തിന്റെ ഒരു കുഴപ്പം? നിങ്ങൾ വലിയ മുതലാളിയൊന്നും ചമയണ്ട. നിങ്ങളെപ്പോലെ വാടക തെണ്ടിത്തെറിഞ്ഞ് നടന്ന് വാങ്ങിക്കേണ്ട ഗതികേടൊന്നും ഏതായാലും സത്യശീലിൽ വന്നിട്ടില്ല. ഞങ്ങൾ മെയിൻ റോഡിനടുത്തുള്ള ഒരു 2 നില വീട് കണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് മാറും. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ മുതലാളിയോട് പറയണേ? ഏത് മുതലാളി? ആരുടെ മുതലാളി? പിന്നെ ഒരു കാര്യം, ഞാൻ തരാനുള്ള കുടിശ്ശിക എല്ലാം എഴുതി വെച്ചോ. ഞങ്ങൾ ഈ ആഴ്ച തന്നെ അങ്ങോട്ട് മാറും. വേറൊന്നും വിചാരിക്കില്ലേ, ചേട്ടന് ലോട്ടറി അടിച്ചവരെ അറിഞ്ഞില്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്റെ സത്യശീലൻ മുതലാളി സാറേ, സോറി. എന്നെ സോപ്പിടൊന്നും വേണ്ട. നിങ്ങളുടെ ഈ വീടിന് നിങ്ങൾ വേറെ ആളെ അന്വേഷിച്ചോ. ഞങ്ങൾ അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് താമസം മാറും. മണ്ടു, നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാം, അകത്ത് പോയി എല്ലാ സാധനങ്ങളും പരിശോധിക്കാം. വല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കൂടെ എഴുതി വെക്കാം. ഓക്കെ? വേണം നമുക്ക് കുടിശ്ശിക സഹിതം ഞാനങ്ങ് തന്നേക്കാം. അപ്പൊ പഴയ മുതലാളി പൊക്കോളൂ. എന്താണ് പറഞ്ഞത്? ഹലോ സാർ. ഹലോ, സാർ. നമസ്കാരം. സത്യശീല സാറല്ലേ? അതെ, ഞാൻ റബ്കോ ബാങ്കിൽ നിന്നാണ് വരുന്നത്. എന്താ കാര്യം? സാർ, ഞങ്ങളുടെ ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങും സാർ. ബാങ്കിന്റെ പുതിയ ആനുകൂല്യങ്ങൾ ഓഫറുകൾ എല്ലാം ഉണ്ട് സാർ. ആനുകൂല്യങ്ങളും ഓഫറുകളും ഒക്കെ നിങ്ങൾ പുഴുങ്ങി തിന്നോ? ഞാൻ നിങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞത്? ഐഡന്റിറ്റി കാർഡ് വേണം, ഫോട്ടോ വേണം, ഒരാൾ പരിചയപ്പെടുത്തണം, എന്തൊക്കെയായിരുന്നു പുകില്? സാറേ, അത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. സാറ് ജസ്റ്റ് ഈ ഫോമില് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താൽ മതി, അക്കൗണ്ട് ആയി. അപ്പൊ കാശുകാരനാണെങ്കിൽ ബാങ്ക് വീട്ടിൽ വരും അല്ലേ? മിസ്റ്റർ, എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് വേണ്ട. എന്റെ ടിക്കറ്റ് ഞാൻ നിങ്ങളുടെ ബാങ്കിൽ ഏൽപ്പിക്കുന്നുമില്ല. അതെല്ലാം ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് പോവാം, പോയിക്കോളൂ. കണ്ടില്ലേടി, നിനക്ക് പുച്ഛായിരുന്നല്ലോ എന്നോട്. ഇപ്പൊ കണ്ടാ മാന്യന്മാർ എന്നെ അന്വേഷിച്ചു വരുന്നത്. എന്നിട്ട് നിങ്ങൾ അവരോട് മാന്യമായിട്ടാണോ പെരുമാറണേ? അവരോട് മാന്യമായിട്ട് എന്റെ പട്ടി പോലും പെരുമാറില്ല. അതേ ലോട്ടറി ഓഫീസാണ്. ഭാര്യ ഷർട്ട് അലക്കുമ്പോ ലോട്ടറി ടിക്കറ്റ് ഷർട്ടിനുള്ളിൽ വെച്ച് അലിഞ്ഞു പോയിന്നോ? നിങ്ങളതൊന്ന് നിവർത്തി നോക്കി, നമ്പർ കണ്ടോ നോക്കി? ഇല്ല, ചുയിങ്കം പോലെ അയക്കണ്. ഞാൻ നിവർത്തില്ല, അത് കളഞ്ഞേക്കി. എന്നിട്ട് പുതിയൊരു ടിക്കറ്റ് മേടിച്ചിട്ട് പോക്കറ്റിനുള്ളിൽ ഇട്ടോളി. ഭാര്യനോട് അലക്കുമ്പോൾ സൂക്ഷിച്ചോളാൻ പറഞ്ഞാൽ മതി ട്ടാ. ആയിക്കോട്ടെ. എന്താ സംഭവം? അതെ, ഏതോ ഒരുത്തന്റെ ഭാര്യ ലോട്ടറി ടിക്കറ്റ് ഓന്റെ ഷർട്ടിന്റെ പോക്കറ്റ് വെച്ച് തിരുമ്പിപ്പോയി, അലക്കിപ്പോയി. ഞാൻ പറഞ്ഞാണേ പുതിയൊന്നൊന്ന് മേടിച്ചിട്ടിട്ട് ഭാര്യനോട് അലക്കുമ്പോൾ സൂക്ഷിച്ചോളാൻ പറയേ. നന്നായി. പിന്നെ മൊയ്തു,
ആരേ മഞ്ജു? ആരാത്? മഞ്ജു പത്രത്തിൽ കാണാമല്ലോ, മഞ്ജുവിന് 1 കോടി അടിച്ചു, ഇപ്രാവശ്യത്തെ സമ്മാനം മഞ്ജുവിന്. അതാരീ മഞ്ജു? അവൾ ഒരുപാട് ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏർപ്പാടിനെ തകർക്കാൻ വേണ്ടി അന്യസംസ്ഥാന ലോട്ടറികളുടെ ഒരു കണ്ണിയാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇമ്പളെ ലോട്ടറിനെ അട്ടിമറിക്കാൻ ഇറങ്ങിയ ഒരു പെണ്ണാണോ എന്നൊരു ഡൗട്ട്. എനിക്ക് സംശയമില്ലാതില്ല. ഡോ തനിക്കറിയാം മഞ്ജുവിനെ? മഞ്ജു? ആ ഏത് മഞ്ജു? മഞ്ജു എടോ പത്രത്തിൽ കാണാമല്ലോ ഇങ്ങനെ മഞ്ജുവിന് 1 കോടി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ സാറേ, മഞ്ജു എന്ന് പറഞ്ഞ പെണ്ണല്ലത്, അതൊരു ലോട്ടറി ഏജൻസിയാ. അവരുടെ ടിക്കറ്റിന് അടിച്ചു കഴിയുമ്പോഴാണ് മഞ്ജുവിന് അടിച്ചെന്നും പറഞ്ഞ് പത്രത്തിൽ പരസ്യം പറ്റുന്നത്. എന്റെ സാറേ, ഒരു ലോട്ടറി ഓഫീസറായിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അത് തനിക്കറിയത്തില്ല. എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ലോട്ടറിന്റെ മുതലാളിയല്ലല്ലോ. സാറന്മാരെ, ഞാൻ വന്നു. എന്റെ പണം ശരിയായല്ലോ അല്ലേ? എനിക്ക് കൊണ്ടുപോകാലോ. ഞാൻ സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. പിണ്ണാക്ക് വാങ്ങിക്കാനാണോ? എടോ താൻ ആരാടോ? ഞാൻ സത്യശീലൻ. ഏത് സത്യശീലൻ? അല്ല, ലോട്ടറി ടിക്കറ്റ് എനിക്ക് അടിച്ചല്ലോ. ഞാൻ ടിക്കറ്റ് സാറിനെ ഏൽപ്പിച്ചിരുന്നു. എന്നെ ഏൽപ്പിച്ചിരുന്നോ? സാറിനല്ല, ഇവിടെ കൗണ്ടറിൽ ആരോ ഞാൻ ഒരു ഏടോ കൗണ്ടറിൽ ഏൽപ്പിച്ചെങ്കിൽ അതൊക്കെ ആയി വരാൻ കുറെ സമയം എടുക്കും. താൻ പോയിട്ട് പിന്നെപ്പോഴെങ്കിലും പാ. ഏത് സത്യശീലൻ? ഡോ, എന്താ ഇവന്റെ കാര്യം? സത്യശീലന്റെ കാര്യം? ആ, മറ്റേ 1 കോടി അടിച്ച ആളല്ലേ? അതെ. സാറിനെങ്കിലും എന്നെ മനസ്സിലായല്ലോ. സാറേ, ഇതാ കേട്ടോ, മറ്റേ സത്യശീലൻ. ഏതൊരു സത്യശീലൻ? ആ സത്യശീലൻ. അതെ സാറേ. 1 കോടി രൂപ അടിച്ചേ? അതെ അതെ. പൈസ കൊണ്ടാൻ വന്നായിരിക്കും സഞ്ജയ് കേട്ടല്ലേ? അതെ. തന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോയി. പക്ഷെ തന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചെലവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. ചെലവൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. സാറിനറിയാമോ, ലോട്ടറി അടിച്ച പിന്നെ ഞാൻ വീടൊഴിഞ്ഞു. സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. പുതിയ വീട് എഗ്രിമെന്റ് ആയി. ഇന്നോവ കയറ്റിയിടാൻ പുതിയ ഷെഡ് പണിയാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോ കൊണ്ട് പോകുന്നത്. അതേതായാലും നന്നായി. അപ്പൊ എല്ലാം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതെ, അങ്ങനെ വേണമല്ലോ. അപ്പൊ പൈസ കൊണ്ടുവരാനായിട്ടാണ് വന്നത്. അതെ, അപ്പൊ എനിക്ക് പൈസ കൊണ്ടുപോകാലോ. അതെ, ഇതിനകത്ത് നിറച്ച് കൊണ്ടുപോകാം അല്ലേ? 1000-ന്റെ ആണോ 500-ന്റെ ആണോ? 1000-ന്റെ ആണെങ്കിൽ കുഴപ്പമില്ല, അധികം വരില്ലല്ലോ കനം. അതെ അല്ലേ അല്ലേ? ശരി, ഒന്ന് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വിളിക്കാം. ദിലീപേ, അയാളെയും കൊണ്ടുപോവാ. ഇപ്പൊ വരും പൈസയായിട്ട്. അയാളാ പൈസ ഉണ്ടാക്കുന്ന ആള്. ആരാ അയാള്? പേരിട്ടിട്ടില്ല. സാബു. ഇയാളെ നിങ്ങൾക്ക് അറിയോ? അറിയാം സാറേ, സാബു എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന സാബു. ഇപ്പൊ ഈ സാബു ആണ് എന്റെ ജീവിതത്തിന്റെ ടോർച്ച് ലൈറ്റ്. എന്നാലേ ആ ടോർച്ചിന്റെ ചാർജ് പോവാണ്ട് ഒന്ന് സൂക്ഷിക്കണം. ഒരു പ്രശ്നമുണ്ട് സത്യശീല. എന്ത് പ്രശ്നം? സത്യശീലൻ അന്ന് എനിക്കൊരു ടിക്കറ്റ് കൊണ്ട് തന്നില്ലേ? അത് ഞാൻ പരിശോധിച്ചു. പക്ഷെ അന്ന് തന്നെ വേറൊരാൾ ഒരു ടിക്കറ്റ് കൊണ്ട് തന്നു. അത് രണ്ടും കൂടെ ഞാൻ പരിശോധിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി. സത്യശീലൻ കൊണ്ട് തന്ന ആ ലോട്ടറി ടിക്കറ്റ് വ്യാജമാണ്. മറ്റേയാളുടെ ആയിരുന്നു ഒറിജിനൽ ടിക്കറ്റ്. അപ്പൊ തന്നെ ഞങ്ങൾ ഇവനെ പോക്കി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഒറിജിനൽ ടിക്കറ്റ് പോലും വിറ്റിട്ടില്ലെന്ന് ഇയാൾ സമ്മതിച്ചു. അതിന് ഇവന് ഞങ്ങളൊരു അവാർഡ് കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു, വ്യാജശ്രീ അവാർഡ്. ഏടോ സത്യശീല, ഇനിയെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഏജൻസി സീലുണ്ടോ, അംഗീകാരമുള്ള ഏജൻസിയാണോ, അത് ഒറിജിനലാണോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ആമ്പിള്ളാര് പൈസയും കൊണ്ട് പോവും. അപ്പൊ ഞാൻ തന്ന ടിക്കറ്റ് വ്യാജമാണെന്നോ? എനിക്ക് സമ്മാനം കിട്ടില്ലെന്നോ? എടോ സത്യശീല, ബാപ്പാനെയും ഉമ്മാനെയും വരെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന കാല, പിന്നെയാണ് ഒരു ടിക്കറ്റ്. അപ്പൊ എന്റെ വീട്, എന്റെ പണം. സത്യശീല, ഈ ലോട്ടറി ടിക്കറ്റ് 1 ലക്ഷം പേരെടുക്കുന്നതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ 1ാം സമ്മാനം കിട്ടത്തുള്ളൂ. ബാക്കി 99,999 പേരുടെ ബ്രാക്കും ഈ ഒരുത്തര് കിട്ടും. ആ അടിച്ചവർക്കൊന്നും ആ പൈസ ഒതകിയിട്ടില്ല. തനിക്കത് കിട്ടിയില്ല എന്ന് കരുതിയാൽ മതി. അപ്പൊ ഇനി എന്ത് ചെയ്യും സാറേ? ഇനിയിപ്പോ ഒരൊറ്റ കാര്യം ചെയ്യാം. എന്താ? നാളെയാണ് പ്രതീക്ഷയുടെ ഗ്രഹങ്ങൾ, ഭാഗ്യത്തിന്റെ ഗ്രഹങ്ങൾ. 1ാം സമ്മാനം 1 കോടി രൂപയും ഇന്നോവ കാറും.